ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്താണെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. നമുക്കൊരു പൈത്തൺ ഇൻ്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്നറിയണ്ടേ? എന്താണ് ഇൻ്റർപ്രറ്റർ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് മലയാള ഭാഷ അറിയാം. അത് വേറൊരാളോട് സംസാരിക്കണമെങ്കിൽ ആ ആൾക്കും മലയാള ഭാഷ അറിയണമല്ലേ? പക്ഷെ ആ ആൾക്ക് മലയാള ഭാഷ അറിയത്തില്ലെങ്കിലോ എന്തു ചെയ്യും? നമ്മുടെ രണ്ടു പേരുടെയും ഇടയ്ക്കൊരു ട്രാൻസ്ലേറ്റർ വേണം. എന്തിനാണ്? നമ്മൾ പറയുന്ന മലയാള ഭാഷ മറ്റേ ആൾക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് ഈ ട്രാൻസ്ലേറ്റർ കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്. അത് സീറോസിലും വൺസിലുമാണ് എഴുതിയിരിക്കുന്നത്. പൈത്തൺ ലാംഗ്വേജ് അതിന് മനസ്സിലാകത്തില്ല. ഇവിടെയാണ് ഇൻ്റർപ്രറ്റർ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളിൽ ട്രാൻസ്ലേറ്റർ മലയാള ഭാഷ വിവർത്തനം ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന പൈത്തണിലെ സോഴ്സ് കോഡ് ഇൻ്റർപ്രറ്റർ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പൈത്തൺ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.